തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വി.എസ്. സുനിൽകുമാർ ഇന്ന് മറുപടി നൽകും. ഉച്ചയ്ക്ക് 12 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലെത്തി ചീഫ് ഇലക്ഷൻ ഓഫീസർ രത്തൻ ഖേൽക്കറെ നേരിൽ കണ്ട് രേഖാമൂലമുള്ള മറുപടിയാണ് നൽകുക. പരാതി ഉന്നയിച്ചാൽ സത്യവാങ്മൂലം തിരിച്ചു ചോദിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്ന നിലപാട് സുനിൽകുമാർ അറിയിക്കും. റഹീസ് റഷീദ് നമുക്കൊപ്പം. റഹീസ് റഷീദ്, വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിച്ച വി.എസ്. സുനിൽകുമാർ തൃശൂരിലെ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകാൻ പോകുന്ന മറുപടി എന്താണ്? കണ്ടോ അദ്ദേഹത്തെ നമ്മൾ? സുജയ, കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച ആരോപണം വി.എസ്. സുനിൽകുമാർ ഉന്നയിച്ചപ്പോൾ അത് പൂർണ്ണമായും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഓഫീസറായ രത്തൻ യു കേൽക്കർ തള്ളിക്കളഞ്ഞതാണ്. അങ്ങനെ ഒരു ഇടപാടും അല്ലെങ്കിൽ അനധികൃതമായ നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കിടയിൽ ഒരു ഘട്ടത്തിൽ പോലും അങ്ങനെ ഒരു പരാതി സുനിൽകുമാറോ സുനിൽകുമാറിന്റെ ഇലക്ഷൻ ഏജന്റോ ഉന്നയിച്ചിട്ടില്ല എന്നതായിരുന്നു പറഞ്ഞിരുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ സുനിൽകുമാറിന് പരാതി ഉണ്ടെങ്കിൽ അത് സത്യവാങ്മൂലമായി നൽകട്ടെ എന്നതായിരുന്നു സംസ്ഥാനത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ എടുത്ത നിലപാട്. അതേ തുടർന്നാണ് വി.എസ്. സുനിൽകുമാർ ഇന്ന് അല്പസമയത്തിനകം ചീഫ് ഇലക്ടറൽ ഓഫീസറെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലെത്തി കാണുക. പക്ഷേ സത്യവാങ്മൂലം നൽകുകയല്ല സുനിൽകുമാർ ചെയ്യുക. പകരം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചയാൾ ഒരു പരാതി നൽകിയാൽ പകരം സത്യവാങ്മൂലം നൽകിയതിനു ശേഷം മാത്രമേ അംഗീകരിക്കാവൂ, പരാതി അന്വേഷിക്കൂ എന്ന സിഇഒയുടെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനൊരു ചട്ടവുമില്ല. ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് രേഖാമൂലം പല കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു ഡോക്യുമെന്റ് സുനിൽകുമാർ തയ്യാറാക്കിയിട്ടുണ്ട്. അത് രത്തൻ യു കേൽക്കറിന് നൽകുകയായിരിക്കും ചെയ്യുക. അതിനുശേഷം മാധ്യമങ്ങളെ കാണാമെന്നും വി.എസ്. സുനിൽകുമാർ പറഞ്ഞിട്ടുണ്ട്. സുജയ, വിവരങ്ങൾ നൽകിയത് റഹീസ് റഷീദാണ്. 12 മണിക്കാണ് വി.എസ്. സുനിൽകുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി നൽകുക.